ഓക്കെ, അപ്പം നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് മാക്രോ പ്രോസസ്സർ ഫീച്ചേഴ്സാണ്. അപ്പോൾ ആദ്യം പഠിച്ച എന്താണ് മാക്രോ പ്രോസസ്സറും അതിൻ്റെ അൽഗോരിതവും, സിംഗിൾ പാസ് അൽഗോരിതവും, അതെങ്ങനെ റൺ ചെയ്യും, മാക്രോനെ എങ്ങനെ കോൾ ചെയ്യുന്നതെന്നുള്ളതും അതിനെങ്ങനെ റീപ്ലേസ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളാണ് ഇത് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. നെക്സ്റ്റ് എന്താ അതിനകത്തുള്ള മെഷീൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള അതിനകത്ത് വരുന്ന ഫീച്ചേഴ്സാണ് നമ്മളിതിനകത്ത് നോക്കുന്നത്. ഒന്നെങ്കിൽ നമുക്ക് യൂണിവേഴ്സിറ്റിക്ക് എന്താ ചോദിക്കുക, മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഡിസ്കസ് അബൌട്ട് ഡിഫറെൻറ്റ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് മാക്രോ പ്രോസസ്സർ ഫീച്ചേഴ്സ് എന്ന് ചോദിക്കാം. അങ്ങനെയാണെങ്കിൽ 4 എക്സ്പ്ലെയിൻ ചെയ്യണം. അതർവൈസ് ഡിസ്കസ് എനി 2 അല്ലെങ്കിൽ എനി 3 അല്ലെങ്കിൽ അങ്ങനെ ചോദിക്കാം, എനി 2 മെഷീൻ ഇൻഡിപെൻഡൻറ്റ് മാക്രോ പ്രോസസ്സർ ഫീച്ചേഴ്സ് എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ എന്താ ഓരോന്നെടുത്ത് ചോദിക്കാം. ഹൗ ജനറേഷൻ ഓഫ് യുണീക്ക് ലേബിൾസ് ഡൺ ഇൻ മെഷീൻ ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ മാക്രോ പ്രോസസ്സർ ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ ടു ജനറേറ്റ് മാക്രോ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ഹൗ ടു കൺകാറ്റിനേറ്റ് മാക്രോ പാരാമീറ്റേഴ്സ് ഇൻ മാക്രോ പ്രോസസ്സർ എന്ന് ചോദിക്കാം. അപ്പോൾ അങ്ങനെ ഓരോന്നും എടുത്ത് ചോദിക്കാം. അല്ലെങ്കിൽ എന്താണ് ഡിസ്കസ് അബൌട്ട് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് ഡിഫറെൻറ്റ് മെഷീൻ ഇൻഡിപെൻഡൻറ്റ് മാക്രോ പ്രോസസ്സർ ഫീച്ചേഴ്സ് എന്നും ചോദിക്കാം. അപ്പോൾ എന്താ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഒന്നെങ്കിൽ 4 മാർക്കിനോ അല്ലെങ്കിൽ 10 മാർക്കിനോ ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ടും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്തുനിന്ന് പറയുന്ന കഴിഞ്ഞാൽ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്, ഒന്നും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കത്തില്ല. എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കുക. അപ്പം പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ എന്താണ് പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മൊഡ്യൂളാണ് 5th മൊഡ്യൂൾ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ഇതിനകത്ത് കോൺകാറ്റിനേഷൻ പെർഫോം ചെയ്യുന്നതെന്നാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം ഇതിനകത്ത് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാക്രോ പ്രോസസ്സറിൽ സിമ്പിൾസ് ഉണ്ടാവും, വേരിയബിൾസ് ഉണ്ടാവും. ഈ സിമ്പിൾസിൻ്റെ കൂടെ നമ്മൾ വേരിയബിൾസിനെ എങ്ങനെ കോൺകാറ്റിനേറ്റ് ചെയ്ത് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇതിനകത്ത് പഠിക്കുന്നത്. ഇപ്പോൾ ഏത് വേരിയബിൾ വന്നാലും നമ്മളുടെ ഇൻസ്ട്രക്ഷൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ പാരാമീറ്റേഴ്സിൻ്റെ കൂടെ അപ്പെൻഡ് ചെയ്ത് നമ്മളുടെ ക്യാരക്ടേഴ്സിനെ എങ്ങനെ അപ്പെൻഡ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് സിംപ്ലി നിങ്ങൾക്ക് ഒരു പ്രോഗ്രാം വെച്ച് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇത് ജസ്റ്റ് ഒരു മാക്രോ ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ മാക്രോ ഡെഫിനിഷനാണ്. നിങ്ങൾക്കറിയാം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മാക്രോയ്ക്ക് എപ്പോഴും മാക്രോ എന്ന് പറയുന്നൊരു പേരുണ്ടാവും, അതിനെ എൻഡ് ചെയ്യാനായിട്ട് എംഎൻഡ് എന്ന് പറയുന്ന ഒരു ഡെഫിനിഷനും ഉണ്ടാവും. അപ്പോൾ ഇതൊരു മാക്രോ ഡെഫിനിഷനാണെന്ന് അറിയാം. ഈ മാക്രോയുടെ പേരെന്താണ്? സം എന്ന് പറയുന്നതാണ് മാക്രോയുടെ പേര്. കാര്യം അതാണ് ലേബൽ ഫീൽഡിൽ കിടക്കുന്നത്. അപ്പം സം ആയിരിക്കും നമ്മളുടെ മാക്രോയുടെ പേര്. പിന്നെ എന്താ ഇതിനകത്ത് പാസ് ചെയ്ത ആർഗ്യുമെൻറ്റ്സ് എന്താണ്? ID. അത് ആർഗ്യുമെൻ്റ് ആണെന്ന് എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ആർഗ്യുമെൻറ്റിന് മുന്നേ ആംപ്രസൻറ്റ് സൈൻ ഉണ്ടെങ്കിൽ അത് ആ മാക്രോയുടെ ആർഗ്യുമെൻറ്റ്സ് ആണെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? ഒരു മാക്രോ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മാക്രോ എന്ന് പറയുന്ന പേരുണ്ടാവും. അത് പേര് ഏതാ? സമ്മെന്ന് പറയുന്ന മാക്രോ ഡെഫിനിഷനാണിത്. അത് എൻഡ് ചെയ്യുന്നത് എംഎൻഡ് എന്ന് പറയുന്ന ഒരു ലേബൽ ഉണ്ടാവും, ഒരു സിമ്പിൾ ഉണ്ടാവും. നെക്സ്റ്റ് എന്താണ് ഇതിനകത്ത് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ആർഗ്യുമെൻറ്റിന് പാസ് ചെയ്യുന്നതിന് മുന്നേ അതിനകത്ത് എന്തുണ്ടാവും? ആംപ്രസൻ്റ് ഉണ്ടാവും. ഇനി എത്ര ആർഗ്യുമെൻറ്റ്സ് ഉണ്ട് എന്നുള്ളത് അല്ലെങ്കിൽ ആർഗ്യുമെൻറ്റ് എൻഡായി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണ്? ആരോ മാർക്ക് വെച്ചാണ് നമ്മൾ ആർഗ്യുമെൻറ്റ് എൻഡായി എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നോക്ക്, ആർഗ്യുമെൻറ്റ് കഴിഞ്ഞിട്ട് എന്താ ആരോ 1, അപ്പോൾ അവിടെ തീർന്നു, ഇനി ഇല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എന്താ അങ്ങനെയാണ് തുടങ്ങിയതും അതായത് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അങ്ങനെയാണ്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ദിസ് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നമ്മളുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ആംപ്രസൻറ്റ് വെച്ചിട്ടാണ് ആർഗ്യുമെൻറ്റ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. നോക്ക്, ദ എൻഡ് ഓഫ് ദ പാരാമീറ്റർസ് ആംപ്രസൻറ്റ് ID ഈസ് ക്ലിയർലി ഐഡൻറ്റിഫൈഡ്. അതായത് എൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ആരോ മാർക്ക് വെച്ചിട്ടും സ്റ്റാർട്ടിങ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എന്താണ്? ആംപ്രസൻറ്റ് സിമ്പൽ വെച്ചിട്ടും ആയിരിക്കും. ഇനി നമ്മളിതിനകത്ത് പാസ് ചെയ്യുന്ന ആർഗ്യുമെൻ്റ് എന്താണ്? ID എന്ന് പറയുന്നതാണ് നമ്മളുടെ ആർഗ്യുമെൻറ്റ്സ്. സപ്പോസ് നമ്മളൊരു പ്രോഗ്രാം എഴുതുകയാണ്. സമ്മ എ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുകയാണ് നമ്മൾ. അപ്പോൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു മാക്രോ ആണ്. നോക്ക്, എന്ന് പറയുന്ന മാക്രോ ആണ്. ഒരു മാക്രോ കോള് വന്നു കഴിഞ്ഞാൽ എന്ത് റീപ്ലേസ് ചെയ്യും? IDനെ എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യും? A കൊണ്ട് റീപ്ലേസ് ചെയ്യും. നമ്മളിവിടെ പാസ് ചെയ്യുന്ന ID എന്താണ്? A ആണ് ഇവിടോട്ട് പാസ് ചെയ്യുന്നത്. ഇതിനല്ലേ കോൾ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഇവിടോട്ട് വന്നിട്ട് എന്ത് പാസ് ചെയ്യും? ആംപ്രസൻറ്റ് IDക്ക് പകരം ആംപ്രസൻറ്റ് A എന്ന് പാസ് ചെയ്യും. ഇനി എന്ത് ചെയ്യും? ഈ എക്സിൻ്റെ കൂടെ ഈ IDക്ക് പകരം എന്ത് കൺകാറ്റിനേറ്റ്? ഇപ്പോൾ ID എന്താണ്? A ആണ്. അപ്പോൾ എന്താണ് ഈ IDക്ക് പകരം A കോൺകാറ്റിനേറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മളുടെ എക്സിക്യൂഷൻ പെർഫോം ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ വരും? LDA. നോക്ക്, LDA എക്സ് IDക്ക് പകരം A. നോക്ക്, നമ്മളുടെ എൻഡ് ആയി എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന 1. അതുപോലെ തന്നെ ആഡ് X A2 X IDക്ക് പകരം A
ദെൻ ഐഡിന് എൻഡിൽ കിടക്കുന്ന എന്താണ് 2, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നോക്ക്, ആഡ് എക്സ് ഐ ഡിക്ക് പകരം എ, അപ്പം എക്സ് എ, അവസാനം എന്താണ് 3, അവസാനം എന്താ STA എക്സ് എ എസ്, എക്സ് ഐ ഡിക്ക് പകരം എ, അവസാനത്തെ എസ്സിന് പകരം എസ്. ക്ലിയർ ആയോ? അപ്പോൾ അങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മാക്രോ കോൾ ചെയ്യുമ്പോഴത്തേക്കും ക്യാരക്ടേഴ്സിന് നമ്മളുടെ മാക്രോയുടെ കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്യുന്നത് എഴുതുന്നത് അങ്ങനെയായിരിക്കും. നമ്മളുടെ ആർഗ്യുമെൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മളുടെ ക്യാരക്ടേഴ്സ്, നമ്മളുടെ എന്താണ് പാരാമീറ്റേഴ്സിൻ്റെ കൂടെ എന്താണ് പാരാമീറ്റേഴ്സിനെ കോൺകാറ്റിനേറ്റ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷനുമായിട്ട് കോൺകാറ്റിനേറ്റ് ചെയ്ത് എക്സിക്യൂഷൻ ചെയ്യുന്നത് അങ്ങനെയായിരിക്കും. ഇനി നമ്മൾ സമ്മ് ബി എന്ന് കോൾ ചെയ്താൽ എങ്ങനെ ചെയ്യും? എക്ക് പകരം എന്താവും? ബി ആവും. അപ്പോൾ എന്താ, LDA എക്സ് B1 ആഡ് എക്സ് B2 ആഡ് എക്സ് B3 സ്റ്റോർ എക്സ് BS. ഇനി ഇവിടെ നമ്മൾ എക്ക് പകരം സമ്മ് ബീറ്റ എന്ന് കോൾ ചെയ്താൽ എങ്ങനെ വരും? LDA എക്സ് B1 ആഡ് എക്സ് B2 ആഡ് എക്സ് B3 സ്റ്റോർ എക്സ് BS. അതാണ് ദാണ്ടെ ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, സമ്മിന് പകരം ബീറ്റ വരുവാണെങ്കിലുള്ള ഇൻസ്ട്രക്ഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. സമ്മിന് പകരം ബീറ്റ വരുന്ന ഇൻസ്ട്രക്ഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഏത് ക്യാരക്ടർ വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺകാറ്റിനേറ്റ് ചെയ്ത് എഴുതാനായിട്ട് നമുക്ക് പറ്റും. അപ്പോൾ അതാണ് എന്താ, കോൺകാറ്റിനേഷൻ ഓഫ് മാക്രോ പാരാമീറ്റേഴ്സ്. ക്ലിയർ ആയോ? അപ്പം ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതാണ്. സിംപ്ലി നിങ്ങൾക്കും ഈ ഒരു സെയിം എക്സാമ്പിൾ വെച്ചിട്ട് സമ്മ് എ അല്ലെങ്കിൽ സമ്മ് ബി അല്ലെങ്കിൽ സമ്മ് ബീറ്റ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ വെച്ചിട്ട്, എപ്പോഴും നമ്മൾ ഇതിനെ എക്സാമ്പിൾ വെച്ചിട്ടേ എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു എക്സാമ്പിൾ നമ്മൾ പഠിക്കണം. എന്നിട്ട് ഈ ഒരു എക്സാമ്പിൾ ഐ ഡിക്ക് പകരം എയും ബിയും ബീറ്റയും വെച്ച് റീപ്ലേസ് ചെയ്ത് നമ്മൾ എഴുതി കാണിക്കണം. അപ്പോൾ അങ്ങനെയാണ് പാരാമീറ്റേഴ്സിന് നമ്മളുടെ ഇൻസ്ട്രക്ഷൻ്റെ കൂടെ കോൺകാറ്റിനേറ്റ് ചെയ്ത് എക്സിക്യൂഷൻസ് പെർഫോം ചെയ്യുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു.